നിങ്ങൾക്കറിയാമോ ശിവനെ എന്തുകൊണ്ടാണ് നീലകണ്ഠൻ എന്നു വിളിക്കുന്നത് എന്ന്? കാലം വളരെ കാലം മുമ്പ് ദേവന്മാരും അസുരന്മാരും ഒരിക്കൽ ഒന്നിച്ചു ചേർന്ന് പാലാഴി മഥനം തുടങ്ങി. അവർക്ക് വേണമെന്നത് അമൃതം, മരണമില്ലാത്തതിന്റെ ദിവ്യനെക്ടർ. സമുദ്രം കുലുക്കുമ്പോൾ അലയുകൾ മലപോലെ ഉയർന്നു. അതിനുള്ളിൽ നിന്നു പല അത്ഭുതങ്ങളും പുറത്തുവന്നു. ചന്ദ്രൻ, ലക്ഷ്മി ദേവി, കാമധേനു. പക്ഷേ അപ്രതീക്ഷിതമായി സമുദ്രം മുഴുവൻ ഇരുണ്ടു. അതിൽ നിന്നു പൊങ്ങിയതു ഹാലാഹല വിഷം, അതിശക്തമായ വിഷം. ഒരു തുള്ളി പോലും ലോകം മുഴുവൻ നശിപ്പിക്കാൻ മതിയായിരുന്നു. ദേവന്മാർ ഭയന്നു, അസുരന്മാർ ഓടി, ആകാശം നടുങ്ങി. അവർ എല്ലാവരും മഹാദേവനായ ശിവനോട് ഓടി. പാർവതി ദേവി ശാന്തമായി പറഞ്ഞു, പ്രഭോ, നിങ്ങൾ ഒന്നും ചെയ്യാതെയെങ്കിൽ ലോകം നശിക്കുമേ. ശിവൻ മടിയില്ലാതെ വിഷം കയ്യിൽ എടുത്തു കുടിച്ചു. ലോകം മുഴുവൻ വിറച്ചുനിന്നു. വിഷം അവന്റെ കഴുത്തിൽ കുടുങ്ങി. അവന്റെ കഴുത്ത് നീലമായി. അന്നു മുതൽ ശിവനെ നീലകണ്ഠൻ എന്നു വിളിച്ചു. പാർവതി ഭർത്താവിന്റെ കഴുത്ത് പിടിച്ചു, വിഷം അകത്തേക്ക് പോകാതിരിക്കാനായി. അതിനാലാണ് വിഷം അവിടെ തന്നെയായി നിന്നത്, ദിവ്യപ്രകാശം പോലെ തിളങ്ങുന്നത്. പാഠം: യഥാർത്ഥ ശക്തി മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതല്ല, മറ്റുള്ളവരെ രക്ഷിക്കാൻ തനിക്കു തന്നെ കഷ്ടം സഹിക്കുന്നതിലാണ്.